കുറച്ച് റോസാപ്പൂക്കൾ ഉണ്ടാക്കി നോക്കിയാലോ, അതും ഈ മുട്ടയ്ക്ക് വെക്കുന്ന സ്റ്റാൻഡ് ഉപയോഗിച്ച്. അപ്പോൾ ഈ സ്റ്റാൻഡിലെ ഓരോ കുഴികളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതൊരു പെറ്റലിന് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ആദ്യത്തെ ഒരു സെക്ഷൻ എടുത്തിട്ട് അതിന്റെ ഒരു പെറ്റലിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് ഉള്ളതിലോട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി രണ്ടുള്ള പെറ്റൽസും കൂടെ ഇതിലോട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെറ്റ് എടുത്ത് അതിന് നടുക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആദ്യത്തേത് അതിൽ ഒട്ടിച്ചു കൊടുക്കണം. പെറ്റൽസും അതിന്റെ കൂടെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും മൂന്നാമത്തേത് എടുക്കുക. അതിന്റെ നടുക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ദെൻ പൂവ് അതിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ പൂക്കൾക്കെല്ലാം കളർ കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ പൂവിന്റെ താഴെ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ എഗെയിൻ നമ്മൾ അത് ഇതുപോലെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു കോൺ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. സ്റ്റെം ഉണ്ടാക്കാനായിട്ട് പേപ്പർ റോളാണ് ചെയ്യുന്നത്. ഇനി സ്റ്റെമ്മും ഈ ഒരു നേരത്തെ ചെയ്ത് അതും കൂടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിനും കൂടെ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള പൂവ് ഈ ഗ്രീൻ ലീഫിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഭംഗിയുള്ള റോസാപ്പൂക്കൾ റെഡി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ റോസാപ്പൂക്കൾ?